Question number 8. Show that the relation R in the set A is equal to set 1, 2, 3, 4, 5 given by R is equal to set of all ordered pair AB such that modulus of A minus B is even is an equivalence relation. Show that all the elements of set 1, 3, 5 are related to each other and all the elements of set 2, 4 are related to each other. But no element of set 1, 3, 5 is related to any element of set 2, 4. So, the first part നമുക്ക് തന്നിരിക്കുന്ന റിലേഷൻ എന്ന് പറയുന്നത് ഒരു ഇക്വാലൻസ് റിലേഷനാണ് കാണിക്കേണ്ടത്. അപ്പോൾ ഒരു റിലേഷൻ ഇക്വാലൻസ് റിലേഷൻ ആവുന്നത് എപ്പോഴാണ്? ആ റിലേഷൻ റിഫ്ലെക്സീവ് ആയിരിക്കണം, സിമ്മട്രിക് ആയിരിക്കണം, ട്രാൻസിറ്റീവ് ആയിരിക്കണം. അപ്പോൾ ഇത് ഇക്വാലൻസ് റിലേഷൻ ആണെന്ന് പ്രൂവ് ചെയ്യാനാണ് നമ്മൾ പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ റിലേഷൻ റിഫ്ലെക്സീവ് ആണെന്നും സിമ്മട്രിക് ആണെന്നും ട്രാൻസിറ്റീവ് ആണെന്നും കാണിച്ചാൽ മതി. ഇതിൽ എ എന്ന് പറയുന്നത് നമുക്ക് സെറ്റ് 1, 2, 3, 4, 5 ആണ് തന്നിട്ടുണ്ട്. ഈ റിലേഷൻ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ ഓർഡർഡ് പെയർ എ ബി സച്ച് ദാറ്റ് മോഡുലസ് ഓഫ് എ മൈനസ് ബി ഈസ് ഈവൻ. നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ സെറ്റിന് ഈ റിലേഷൻ നമ്മൾ ഓർഡർഡ് പെയർസിൻ്റെ ഫോർമുല എഴുതാൻ പോവാണ്. ഇതിൽ എയും ബിയും ഈ ക്യാപിറ്റൽ എ എന്ന് പറഞ്ഞ സെറ്റിലത്തെ എലമെൻറ്റ്സ് ആണ്. അപ്പോൾ എ 1 ആയിട്ട് ചൂസ് ചെയ്യുകയാണെങ്കിൽ ബി നമ്മൾ എങ്ങനെ എടുക്കണ്ടേ? എയും ബിയും തമ്മിലുള്ള ഡിഫറൻസ് ഒരു ഈവൻ നമ്പർ ആയിരിക്കണം. അപ്പോൾ 1ഉം നമ്മൾ എടുക്കാൻ പോകുന്ന ബിയും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഈവൻ നമ്പർ ആയിരിക്കണം. അപ്പോൾ 1 എടുത്തു, ഫസ്റ്റ് എലമെൻറ്റ് 1 നോക്കാണ്. മോഡുലസ് ഓഫ് 1 മൈനസ് 1 എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ അതൊരു ഈവൻ നമ്പറാണ്. അപ്പോൾ നമുക്ക് 1, 1 നമ്മുടെ ഈ ഓർഡർ പെയറിൽ വരും, ഈ റിലേഷനിൽ വരും. പിന്നെ 1 എടുക്കുകയാണെങ്കിൽ 2 നോക്കി നോക്കിയേ, 1ഉം 2 തമ്മിലുള്ള ഡിഫറൻസ് 1 ആണ്, അത് ഓഡ് നമ്പറാണ്. അപ്പോൾ 2 വരില്ല. ഇനി 3 വരുമോ? 1, 3 തമ്മിലുള്ള ഡിഫറൻസ് 2 ആണ്. മോഡുലസ് -2 ആണ്, മോഡുലസ് വരുമ്പോൾ 2, അത് ഈവൻ നമ്പറാണ്. അപ്പോൾ 1, 3 വരും. 1, 4 വരില്ല. 1, 5 വരും. പിന്നെ 2ൻ്റെ കൂടെ 1 വരില്ല, കാരണം ഡിഫറൻസ് ഓഡ് നമ്പറാണ്. 2 വരും. 2, 3 വരില്ല. 2, 4 വരും. 2, 5ഉം വരില്ല. പിന്നെ 3, 1 വരും. 3ഉം 1 തമ്മിൽ ഡിഫറൻസ് 2 ആണ് വരുന്നത്, അത് ഈവൻ നമ്പറാണ്. 3, 2 വരില്ല. 3, 3 വരും, 0 ആണ് വരുന്നത്. 3, 4 വരില്ല. 3, 5 വരും. ഇനി 4ൻ്റെ കൂടെ നമ്മൾ 4, 1 വരില്ല. 4, 2 വരും. 4, 4 വരും. അടുത്ത 5ൻ്റെ കൂടെ 1 വരും. 5, 3 വരും. 5, 5 വരും. ഇതാണ് നമ്മുടെ ഓർഡർഡ് പെയർസ് ആയിട്ടുള്ള റിലേഷൻ എന്ന് പറയുന്നത്. ഇനി ഈ റിലേഷൻ നമുക്ക് റിഫ്ലെക്സീവ് ആണോ സിമെട്രിക് ആണോ ട്രാൻസിറ്റീവ് ആണോ നോക്കണം. റിഫ്ലെക്സീവ് ആവാനുള്ള കണ്ടീഷൻ, ഒരു റിലേഷൻ റിഫ്ലെക്സീവ് ആവാനുള്ള കണ്ടീഷൻ ഇഫ് എ എന്ന് പറയുന്ന ഓർഡർഡ് പെയർ ആറിൽ ഉണ്ടായിരിക്കണം ഫോർ എവറി എ ബിലോങ്സ് ടു ക്യാപിറ്റൽ എ. ഇനി ക്യാപിറ്റൽ എയിലത്തെ എലമെൻറ്റ്സ് 1, 2, 3, 4, 5 ആണ്. എ ബി എന്ന് പറഞ്ഞ എലമെൻറ്റ് ആറിലുണ്ടെങ്കിൽ മോഡുലസ് ഓഫ് എ മൈനസ് ബി എന്ന് പറയുന്നത് ഈവൻ നമ്പർ ആയിരിക്കണം, ഈവൻ നമ്പർ ആണ്. ഇനി എ എന്ന് പറയുന്നത് ആറിലുണ്ടെങ്കിൽ മോഡുലസ് ഓഫ് എ മൈനസ് എ എന്ന് പറയുന്നത് ഒരു ഈവൻ നമ്പർ ആയിരിക്കണം. മോഡുലസ് ഓഫ് എ മൈനസ് എ എന്ന് പറയുന്നത് എന്താ? 0 ആണ്. അപ്പോൾ 0 എന്ന് പറയുന്നത് ഒരു ഈവൻ നമ്പർ ആയ കാരണം കൊണ്ട് എ എന്ന് പറയുന്ന ഓർഡർ പെയർ നമുക്ക് റിലേഷനിൽ എ എന്ന് പറയുന്ന ആറിലുണ്ടെന്ന് പറയാൻ പറ്റും. അതേപോലെ ആർ എന്ന് പറയുന്നത് റിഫ്ലെക്സീവ് ആണെന്ന് കിട്ടും. സിൻസ് മോഡുലസ് ഓഫ് എ മൈനസ് എ വിച്ച് ഈസ് ഈക്വൽ ടു 0 which is an even number A belongs to R for every A belongs to capital A. Therefore R is reflexive. ഇത് ജനറൽ കേസായിട്ട് എഴുതിയതാണ്. അല്ലെങ്കിൽ നമ്മൾ സാധാരണ പറയാറുള്ളത് എ എന്ന് പറയുന്ന സെറ്റിലത്തെ എല്ലാ എലമെൻസിൻ്റെയും എ എന്ന് പറഞ്ഞ ഫോമിലുള്ള ഓർഡർഡ് പെയർസ് നമ്മുടെ റിലേഷനിൽ ഉണ്ടായിരിക്കണം. എ എന്ന് പറഞ്ഞ സെറ്റിൽ 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്, 5 ഉണ്ട്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എ എന്ന് പറഞ്ഞ ഓർഡർഡ് പെയർസ് ഏതൊക്കെയാണ്? 1, 1, 2, 2, 3, 3, 4, 4, 5, 5. ഈ 5 ഓർഡർഡ് പെയർസ് നമ്മുടെ റിലേഷനിൽ ഉണ്ടോ നോക്കാം. 1, 1 ഉണ്ട്, 2, 2 ഉണ്ട്, 3, 3 ഉണ്ട്, 4, 4 ഉണ്ട്, 5, 5 ഉണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് ഈ റിലേഷൻ റിഫ്ലെക്സീവ് ആണെന്ന് പറയാം, അല്ലെങ്കിൽ ജനറൽ കേസ് എഴുതിയാലും മതി. ഇനി സെക്കൻഡ് നമുക്ക് സിമ്മട്രിക് ആണെന്ന് പ്രൂവ് ചെയ്യണം. സിമ്മട്രിക്കിൻ്റെ ഡെഫിനേഷൻ എന്ന് പറയുന്നത് എ ബി എന്ന് പറയുന്ന ഓർഡർഡ് പെയർ, എ ബി എന്ന് പറയുന്ന എലമെൻറ്റ് ആറിലുണ്ടെങ്കിൽ ബി എ എന്ന് പറയുന്നതും ആറിൽ ഉണ്ടായിരിക്കണം. ഫസ്റ്റ് സപ്പോസ് ചെയ്യുക എ ബി എന്ന് പറയുന്നത് ആറിലുണ്ടെന്ന് പറഞ്ഞെടുത്തു. എ ബി ആറിലുണ്ടെങ്കിൽ നമ്മൾ റിലേഷൻ അനുസരിച്ച് എന്തായിരിക്കും? മോഡുലസ് ഓഫ് എ മൈനസ് ബി എന്ന് പറയുന്നത് ഈസ് ഈവൻ ആണെന്ന് കിട്ടും.
മോഡുലസ് വാല്യൂ ആണ്. അപ്പോൾ പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും മോഡുലസ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അത് പോസിറ്റീവ് തന്നെയാണല്ലോ. ഇതിന് നമുക്ക് മോഡുലസ് ഓഫ് എ മൈനസ് ബിനെ മോഡുലസ് ഓഫ് ബി മൈനസ് എ എന്ന് എഴുതിയാലും വ്യത്യാസമൊന്നുമില്ല. വാല്യൂ ഉള്ളിലത്തെ വാല്യൂ എന്തായാലും ബി മൈനസ് എ എന്തായാലും മോഡുലസ് വാല്യൂ എടുക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും മോഡ് എ മൈനസ് ബിയും മോഡ് ബി മൈനസ് എയും സെയിം തന്നെയാണ് വരിക, ഈസ് ഈവൻ. നമുക്കിതിന് തിരിച്ച് എഴുതാൻ പറ്റും. മോഡ് ബി മൈനസ് എ എന്ന് പറയുന്നത് ഈവൻ ആണെങ്കിൽ ബി എ എന്ന് പറയുന്ന എലമെൻറ്റ് എന്തിലുണ്ടായിരിക്കും? ആറിലുണ്ടായിരിക്കും. അപ്പോൾ എ ബി ബിലോങ്സ് ടു ആർ ഇംപ്ലൈസ് ബി എ ബിലോങ്സ് ടു ആർ എന്ന് പറഞ്ഞ് കിട്ടി. അപ്പോൾ ആർ എന്ന് പറയുന്നത് സിമ്മട്രിക് ആണെന്ന് കിട്ടി. Therefore R is symmetric. തേർഡ് നമുക്ക് ട്രാൻസിറ്റീവ് ആണ് കാണിക്കണം. ട്രാൻസിറ്റീവിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് എ ബി ബി സി ഈ രണ്ട് എലമെൻറ്റ്സ് ആറിലുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ എ സി എന്ന് പറയുന്ന എലമെൻറ്റും ആറിലുണ്ടായിരിക്കണം. അപ്പോൾ ഫസ്റ്റ് എ ബി ബി സി ഈ രണ്ട് എലമെൻറ്റ്സ് ആറിലുണ്ടെന്ന് പറഞ്ഞെടുത്തു. അപ്പോൾ നമ്മുടെ റിലേഷൻ അനുസരിച്ച് എന്തായിരിക്കും? മോഡ് എ മൈനസ് ബി എന്ന് പറയുന്നത് ഈവൻ ആയിരിക്കും. ആൻഡ് മോഡ് ബി മൈനസ് സി എന്ന് പറയുന്നത് ബി സി ബിലോങ്സ് ടു ആറിലുണ്ടെങ്കിൽ മോഡ് ബി മൈനസ് സി എന്ന് പറയുന്നത് ഈസ് ഈവൻ ആയിരിക്കും. ഇപ്പോൾ ഈ മോഡുലസ് വാല്യൂ എന്ന് പറയുന്നത് ഇപ്പോൾ എന്താണെങ്കിലും മോഡുലസ് വാല്യൂ കളഞ്ഞിട്ടുള്ളത് അതും ഈവൻ തന്നെയായിരിക്കുമല്ലോ. അതായത് എ മൈനസ് ബി ഈസ് ഈവൻ ആയിരിക്കും. ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എ മൈനസ് ബി എന്ന് പറയുന്നത് 4 മൈനസ് 4 ആണെങ്കിലും 4 ആയാലും മൈനസ് 4 ആയാലും അത് ഈവൻ നമ്പർ തന്നെയാണ്. അപ്പോൾ നമുക്ക് എ മൈനസ് ബി എന്ന് പറയുന്നത് മോഡ് എ മൈനസ് ബി ഈവൻ ആണെങ്കിൽ എ മൈനസ് ബി എന്ന് പറയുന്നതും ഈവൻ ആയിരിക്കും. ആൻഡ് മോഡ് ബി മൈനസ് സി ഈവൻ ആണെങ്കിൽ ബി മൈനസ് സി എന്ന് പറയുന്നതും ഈവൻ ആയിരിക്കും. ഇനി രണ്ട് ഈവൻ നമ്പേഴ്സിന് ആഡ് ചെയ്താൽ അതും ഒരു ഈവൻ നമ്പർ തന്നെയായിരിക്കും. 4 + 4 8 ഈവൻ തന്നെയാണ്. 4 + 2 എന്ന് പറയുന്നത് 6 ആണ്. 6 ഈവൻ തന്നെയാണ്. അപ്പോൾ രണ്ട് ഈവൻ നമ്പേഴ്സിന് ആഡ് ചെയ്താൽ അതും നമുക്കൊരു ഈവൻ നമ്പർ തന്നെയാണ് കിട്ടുക. വിച്ച് ഇംപ്ലൈസ് എ മൈനസ് ബി പ്ലസ് ബി മൈനസ് സി ഈസ് ഈവൻ. അപ്പോൾ മൈനസ് ബിയും പ്ലസ് ബിയും ക്യാൻസൽ ചെയ്ത് പോവും. വിച്ച് ഇംപ്ലൈസ് എ മൈനസ് സി ഈസ് ഈവൻ. ഇനി ഒരു നമ്പർ ഈവൻ നമ്പർ ആണെങ്കിൽ അതിൻ്റെ മോഡുലസ് വാല്യൂ എടുത്താലും അതും ഈവൻ ആയിരിക്കുമല്ലോ. ഇപ്പോൾ ഈ എ മൈനസ് സി എന്ന് പറയുന്നത് 5ഓ -5ഓ എന്തായാലും 5 അല്ല 6ഓ -6ഓ എന്തായാലും അതൊരു ഈവൻ നമ്പറാണ്. 6 ആയാലും -6 ആയാലും അതൊരു ഈവൻ നമ്പറാണ്. അപ്പോൾ അതിൻ്റെ മോഡുലസ് വാല്യൂ എടുക്കുകയാണെങ്കിൽ 6 ആയിരിക്കും വരിക. അപ്പോൾ അതും ഈവൻ നമ്പർ തന്നെയാണല്ലോ. അപ്പോൾ എ മൈനസ് സി ഈസ് ഈവൻ ഇംപ്ലൈസ് മോഡ് എ മൈനസ് സി ഈസ് ഈവൻ എന്ന് കിട്ടും. which implies mod a minus c is even. mod a minus c ഈവൻ ആണെങ്കിൽ നമുക്ക് എ സി എന്ന് പറയുന്ന ഓർഡർ പെയർ ആറിലുണ്ടെന്ന് കിട്ടും. അപ്പോൾ എ ബി ബി സി ബിലോങ്സ് ടു ആർ ഇംപ്ലൈസ് എ സി ബിലോങ്സ് ടു ആർ. അപ്പോൾ ട്രാൻസിറ്റീവിൻ്റെ ഡെഫിനേഷൻ അനുസരിച്ച് ആർ എന്ന് പറയുന്നത് ട്രാൻസിറ്റീവ് ആണ് കിട്ടി. അപ്പോൾ ആറ് റിഫ്ലെക്സീവ് ആണ്, സിമ്മട്രിക് ആണ് ആൻഡ് ട്രാൻസിറ്റീവ് ആണ്. അപ്പോൾ ഇക്വാലൻസ് റിലേഷൻ്റെ ഡെഫിനീഷൻ അനുസരിച്ച് നമുക്ക് ആർ എന്ന് പറയുന്നത് ഇക്വാലൻസ് റിലേഷൻ എന്ന് പറയാമല്ലോ. ഹെൻസ് ആർ ഈസ് ആൻ ഇക്വാലൻസ് റിലേഷൻ. ഇതായിരുന്നു നമ്മുടെ ഫസ്റ്റ് പാർട്ട്. ഇനി സെക്കൻഡ് പാർട്ട് നോക്കാം. ഇതിൽ നമുക്ക് രണ്ട് സെറ്റ് തന്നിട്ടുണ്ട്. ആക്ച്വലി ഇത് എ എന്ന് പറഞ്ഞ സെറ്റിൻ്റെ സബ്സെറ്റുകളാണ്. സെറ്റ് 1 3 5 സെറ്റ് 2 4. അപ്പോൾ സെറ്റ് 1 3 5 ഈ സെറ്റിലത്തെ ഓരോ എലമെൻസും ഈ സെറ്റിൽ തന്നെ ബാക്കി എല്ലാ എലമെൻസായിട്ടും റിലേറ്റഡ് ആണെന്ന് കാണിക്കേണ്ടത്. അതേപോലെ തന്നെ ഈ സെറ്റ് 2 4 എടുക്കുകയാണെങ്കിൽ ഈ സെറ്റിലത്തെ ഓരോ എലമെൻസും ബാക്കി എലമെൻസ് ഈ സെറ്റിൽ തന്നെ ബാക്കി എലമെൻസായിട്ട് റിലേറ്റഡ് ആയിരിക്കും. ആ റിലേഷൻ വെച്ചിട്ട് റിലേറ്റഡ് ആയിരിക്കും എന്നാണ് കാണിക്കേണ്ടത് നമുക്ക്. പിന്നെ അവർ വേറൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. ഈ 1 3 5 എന്ന് പറഞ്ഞ സെറ്റിലത്തെ ഒരു എലമെൻറ്റ് എടുക്കുകയാണെങ്കിൽ അത് ഈ 2 4 എന്ന് പറഞ്ഞ സെറ്റിലത്തെ എലമെൻറ്റ്സ് ആയിട്ട്, അതായത് ഈ രണ്ട് സെറ്റുകൾ തമ്മിലൊരു റിലേഷൻ പോസിബിൾ അല്ല. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ നമ്മൾ എക്സാമ്പിൾ 6 ചെയ്തിട്ടുണ്ട്. സെയിം ടൈപ്പ് തന്നെയാണ്. ഇത് നമുക്ക് പ്രൂവ് ചെയ്യാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ഈ 1 3 5 എന്ന് പറഞ്ഞ സെറ്റിനെ എ ഡാഷെന്നും 2 4 എന്ന് പറഞ്ഞ സെറ്റിനെ എ ഡബിൾ ഡാഷും, എയുടെ രണ്ട് സബ്സെറ്റുകളാണ്. അപ്പോൾ എ ഡാഷെന്നും എ ഡബിൾ ഡാഷെന്നും പറഞ്ഞ് ഡിനോട്ട് ചെയ്യാണ്. അപ്പോൾ ലെറ്റ് എ ഡാഷ് ഈസ് ഈക്വൽ ടു സെറ്റ് 1 3 5. നമ്മുടെ റിലേഷൻ എന്ന് പറയുന്നത് ആ സെയിം റിലേഷൻ തന്നെയാണ്. ഓർഡർ പെയർ എ ബി സച്ച് ദാറ്റ് മോഡുലസ് ഓഫ് എ മൈനസ് ബി ഈസ് ഈവൻ.
അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് റിലേഷൻ എങ്ങനെ, നമ്മളിപ്പോൾ സെറ്റ് എയും ബിയും എയിലത്തെ എലമെൻറ്റ്സ് ആണ്, ഇവിടെ എയും ബിയും എ ഡാഷിലത്തെ എലമെൻറ്റ്സ് ആണ്. അപ്പോൾ ഇത് വെച്ച് നമുക്ക് റിലേഷനെ ഓർഡർ പെയറിൽ എങ്ങനെ എഴുതാൻ പറ്റും? 1 എടുക്കുകയാണെങ്കിൽ 1ഉം ഈ സെറ്റിലെ ബാക്കി ഏത് എലമെൻ്റായിട്ട് എടുക്കുമ്പോഴാണ് അതിൻ്റെ ഡിഫറൻസ് ഈവൻ നമ്പർ ആവണേ നോക്കണം. 1 എടുക്കുകയാണെങ്കിൽ 1ൻ്റെ കൂടെ തന്നെ എടുക്കുകയാണെങ്കിൽ അത് ഈവൻ ആണ്. അതുപോലെ 1ഉം 3യും എടുക്കുകയാണെങ്കിൽ ഈവൻ ആണ്. 1ഉം 5ഉം എടുക്കുകയാണെങ്കിൽ ഈവൻ ആണ്. ഇനി 3യുടെ കൂടെ എടുക്കുകയാണെങ്കിൽ 3 1 ഈവൻ ആണ്, 3 ഈവൻ ആണ്, 3 5ഉം ഈവൻ ആണ്. ഇതിൻ്റെ എല്ലാത്തിനും ഡിഫറൻസ് ഈവൻ നമ്പറാണ് വരുന്നത്. അതുപോലെ തന്നെ 5 1ഉം 5 3യും 5 5ഉം. ഇത് നോക്കിയേ, ആകെ നമ്മുടെ എ ഡാഷ് എന്ന് പറഞ്ഞ സെറ്റിൽ 3 എലമെൻറ്റ്സ് ഉള്ളൂ. അപ്പോൾ 1 1നോട് റിലേറ്റഡ് ആണ്, 1 അതിനോട് തന്നെയും, 1 3യുടെ അടുത്തും റിലേറ്റഡ് ആണ്, 1 5നോടും റിലേറ്റഡ് ആണ്. അപ്പോൾ 1 എന്ന് പറയുന്ന എലമെൻറ്റ് ബാക്കി എല്ലാ എലമെൻറ്റായിട്ടും റിലേറ്റഡ് ആണ്. ഈ 3 എടുക്കുകയാണെങ്കിൽ 3 1നോടും 3യോടും 5നോടും റിലേറ്റഡ് ആണ്. അപ്പോൾ 3യും എല്ലാ എലമെൻറ്റായിട്ടും ഈ സെറ്റിൽ തന്നെ എല്ലാ എലമെൻറ്റിനോടും റിലേറ്റഡ് ആണ്. 5ഉം അതേപോലെ തന്നെയാണ്. അപ്പോൾ ഈ സെറ്റിലത്തെ, അതായത് എ ഡാഷ് എന്ന് പറഞ്ഞെടുത്തേക്കുന്ന സെറ്റിലത്തെ ഓരോ എലമെൻറ്റും എല്ലാ എലമെൻറ്റിൻ്റെ അടുത്തും റിലേറ്റഡ് തന്നെയാണ്. അപ്പോൾ അതല്ലേ നമുക്ക് അതിൽ ഫസ്റ്റായിട്ട് കാണിക്കാനുണ്ടായിരുന്നത്. സോ ദി എലമെൻറ്റ്സ് ഓഫ് set 1 3 5 are related to each other since അതിൻ്റെ കണ്ടീഷൻ എന്തായിരുന്നു, റിലേഷൻ എന്തായിരുന്നു, മോഡുലസ് ഓഫ് എ മൈനസ് ബി എന്ന് പറയുന്നത് ഈവൻ ആയിരിക്കണം. അതായത് മോഡുലസ് ഓഫ് 1 മൈനസ് 1, മോഡുലസ് ഓഫ് 1 മൈനസ് 3, മോഡുലസ് ഓഫ് 1 മൈനസ് 5, മോഡുലസ് ഓഫ് 3 മൈനസ് 1 എക്സെട്ര ആർ ഈവൻ നമ്പേഴ്സ്. ഒന്നില്ലെങ്കിൽ ഈ സെൻറ്റൻസ് എഴുതിയാലും മതി, അല്ലെങ്കിൽ ഈ റിലേഷൻ എഴുതിയിട്ട് ഇതിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് എഴുതിയാലും മതി. ഇനി നമ്മൾ നെക്സ്റ്റ് എ ഡബിൾ ഡാഷ് എന്ന് പറയുന്നത് നമ്മൾ സെറ്റ് 2 4 എന്ന് പറഞ്ഞെടുത്തു, അതും ഇതേപോലെ തന്നെയാണ് ചെയ്യുന്നത്. ലെറ്റ് എ ഡബിൾ ഡാഷ് ഈസ് ഈക്വൽ ടു സെറ്റ് 2 4. സെയിം റിലേഷൻ തന്നെയാണ്. അതായത് ആർ എന്ന് പറഞ്ഞ റിലേഷൻ ഓർഡർഡ് പെയർ എ ബി സച്ച് ദാറ്റ് മോഡ് എ മൈനസ് ബി എന്ന് പറയുന്നത് ഈവൻ ആണ്. ഇവിടുത്തെ എയും ബിയും നമ്മുടെ എ ഡബിൾ ഡാഷിലത്തെ എലമെൻറ്റ്സ് ആണ്. അപ്പോൾ നമ്മുടെ റിലേഷൻ എങ്ങനെ വരിക, ഓർഡർ പെയർ ആയിട്ട് എഴുതുമ്പോൾ ഫസ്റ്റ് 2 ചൂസ് ചെയ്തു, 2ൻ്റെ കൂടെ ഈ സെറ്റുകളുടെ എലമെൻറ്റ് ചൂസ് ചെയ്യുമ്പോൾ അവരുടെ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ഒരു ഈവൻ നമ്പർ ആയിരിക്കണം. 2 എടുക്കുകയാണെങ്കിൽ 2ൻ്റെ കൂടെ നമുക്ക് 2 തന്നെ എടുക്കാൻ പറ്റും, 2ൻ്റെ കൂടെ 4ഉം വരും. പിന്നെ 4ൻ്റെ കൂടെ 2 വരും, 4ൻ്റെ കൂടെ 4 വരും. ഇതാണ് നമ്മുടെ സെറ്റ്. അപ്പോൾ 2 എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് അതിനോട് തന്നെയും 4നോടും റിലേറ്റഡ് ആണ്, 4 2നോടും 4നോടും റിലേറ്റഡ് ആണ്. ഈ സെറ്റിൽ ആകെ 2 എലമെൻറ്റ്സ് ഉള്ളൂ. ഈ 2 എലമെൻറ്റ്സും അങ്ങോട്ടും ഇങ്ങോട്ടും റിലേറ്റഡ് തന്നെയാണ്. അപ്പോൾ ഇതായിരുന്നു നമുക്ക്. അപ്പോൾ മുന്നത്തെ രീതി പോലെ തന്നെ സെയിം നമുക്ക് ഇതും എഴുതാം. ദി എലമെൻറ്റ്സ് ഓഫ് സെറ്റ് 2 4 ആർ റിലേറ്റഡ് ടു each other since ഇതിലത്തെ എലമെൻറ്റ്സ് ഏതൊക്കെയാണ് വരിക, ഓർഡർ എങ്ങനെ എഴുതാൻ പറ്റും, റിലേഷൻ അനുസരിച്ച് 2 മൈനസ് 2ഉം 2 മൈനസ് 4 4 മൈനസ് 2 4 മൈനസ് 4 ആർ ഈവൻ നമ്പേഴ്സ്. അപ്പോൾ ഈ രണ്ടെണ്ണം നമ്മൾ പ്രൂവ് ചെയ്തു. ഇനി അവർ പറഞ്ഞേക്കുന്നത് സെറ്റ് 1 3 5ന്ന് സെറ്റ് 2 4ലേക്ക് ഉള്ള എലമെൻറ്റ്സ്, ഈ 2 സെറ്റിലത്തെ എലമെൻറ്റ്സ് റിലേറ്റഡ് അല്ലെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അത് നമ്മൾ എങ്ങനെ പ്രൂവ് ചെയ്യാൻ നോക്കാം. ഈ സെറ്റ് 1 3 5ലത്തെ എലമെൻറ്റ്സ് എടുക്കുകയാണെങ്കിൽ ഈ സെറ്റ് 1 3 5ലത്തെ എലമെൻറ്റ്സ് 2 4നോട് റിലേറ്റഡ് ആവണം എന്നുണ്ടെങ്കിൽ അവർ തമ്മിലുള്ള ഡിഫറൻസ്, അതായത് ഈ സെറ്റിലത്തെ ഒരു എലമെൻറ്റും ഈ സെറ്റിലത്തെ വേറൊരു എലമെൻറ്റും എടുക്കുകയാണെങ്കിൽ ആ 2 എലമെൻറ്റ്സ് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ഒരു ഈവൻ നമ്പർ ആയിരിക്കണം. പക്ഷെ നമുക്ക് ഇതിൽ നിന്ന് ഒരു എലമെൻറ്റ് എടുക്കുമ്പോൾ 1 എടുക്കുകയാണ്, അപ്പം ഈ സെറ്റ് 2 4ന്ന് 2 എങ്ങനെ എടുക്കുകയാണെങ്കിൽ ആ 2 നമ്പേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് ഒരിക്കലും ഒരു ഈവൻ നമ്പർ ആവില്ല. അതുപോലെ 1ൻ്റെ കൂടെ 4 എടുക്കുകയാണെങ്കിലും എല്ലാ കേസിലും ഓഡ് നമ്പറാണ് വരുന്നത്. 3 എടുക്കുകയാണെങ്കിൽ 3 2 ഓഡ് നമ്പറാണ് വരുന്നത്, 3 4 ഓടാണ് വരുന്നത്, 5 2 ഓടാണ് വരുന്നത്, 5 4 ഓടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് തന്നേക്കുന്ന റിലേഷൻ വെച്ചിട്ട് ഈ 2 സെറ്റുകൾ തമ്മിൽ നമുക്കൊരു റിലേഷൻ പോസിബിൾ അല്ല. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഈ സെറ്റിലത്തെ എലമെൻറ്റ്സും ഒറ്റ എലമെൻറ്റും ഈ സെറ്റിലത്തെ എലമെൻറ്റ്സ് ആയിട്ട് റിലേറ്റഡ് അല്ല എന്ന് പറയാൻ പറ്റും.
നമ്മൾ ഫസ്റ്റ് തന്നെ എ എന്ന് പറഞ്ഞ സെറ്റ് എടുത്തിട്ട് അതിൻ്റെ റിലേഷൻ ഏതിൽ തന്നെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. 1 എപ്പോഴും 1 3 5നോട് മാത്രം റിലേറ്റഡ് ആയിട്ടുള്ളൂ. 2 എന്ന് പറയുന്നത് 2 4നോട്, 3 1 3 5 അതായത് 1 3 5 എടുക്കുകയാണെങ്കിൽ ഈ 3 നമ്പേഴ്സാണ് എല്ലാത്തിനും റിലേറ്റഡ് ആയിട്ട് നിൽക്കുന്നത്. അതുപോലെ 2 4 ആണ്. അപ്പോൾ തന്നേക്കുന്ന നമ്മൾ എ എന്ന് പറഞ്ഞ സെറ്റ് എടുത്തതെന്ന് തന്നെ ഏത് റിലേഷനിൽ നമുക്കത് മനസ്സിലാവും. അല്ലെങ്കിൽ ഇങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല. No elements of set 1 3 5 is related to any element of set 2 4. കാരണം ഇവ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ഒരു ഈവൻ നമ്പർ അല്ലാത്ത കാരണമുണ്ട്. Since the absolute of the difference of any element from set 1 3 5 with any element from set 2 4 is not even. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചെയ്തതിൽ എന്തെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിൽ ചോദിച്ചോളൂ. താങ്ക് യു.